നിത്യത ഓർത്തിടുമ്പോ എൻ ഹൃത്തടം ആനന്ദിക്കും. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. രാവിലെ ഒരു പോളിസി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമുക്കെല്ലാവർക്കും പല തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഡെത്ത് കവറേജ് നൽകുന്ന അനേകം പോളിസികളൊക്കെ ഇപ്പൊ മാർക്കറ്റിലുണ്ടല്ലോ. ഏതെങ്കിലുമൊക്കെ പോളിസികൾ എടുത്തവരായിരിക്കും നമ്മളെല്ലാവരും, അല്ലെ? ഓൾമോസ്റ്റ്. LICയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മന്ത്ലി പ്രീമിയം അടയ്ക്കാം. അത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ബൈ മന്ത്ലിയോ ഇയർലിയോ ഒക്കെ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഷുറൻസ് കവറേജ് കിട്ടും. അത് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, പോളിസി ഉടമ മരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് നല്ലൊരു തുക സുരക്ഷിതത്തിന്റെ എമൗണ്ട് ആയിട്ട് കുടുംബ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് കിട്ടുകയും ചെയ്യും. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ പോളിസി കാലാവധി കഴിയുന്നത് വരെയാണ് കേട്ടോ. നല്ലൊരു തുക നേടാം എന്നുള്ളതാണ്. അതിനി മരിച്ചില്ല എങ്കിൽ കാലാവധി കഴിയുമ്പോഴത്തേക്കും പലിശ സഹിതം നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടുകയും ചെയ്യും. നല്ല കാര്യമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മറ്റൊരു പോളിസിയാണ് LIC, ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ഇതിന്റെ പോളിസി ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ്, സ്വർഗത്തിന്റെ ഗവൺമെന്റ് ആണ്. ദൈവം തന്നെയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ സുതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇനി ഇതിന്റെ പ്രീമിയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നാം അടയ്ക്കണ്ട. ക്രിസ്തു ഇതിനകം തന്റെ രക്തം വിലയായി നൽകി സകല പ്രീമിയവും അടച്ചു കഴിഞ്ഞു. ഇനി കവറേജ് എന്തിനെല്ലാം കിട്ടും നോക്കി. പാപത്തിൽ നിന്ന് കവറേജ്, ശാപത്തിൽ നിന്ന് കവറേജ്, ഭയത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്, എന്തിനു പറയാനാ, മരണത്തിൽ നിന്ന് വരെ കവറേജ് ആണ്. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. റോമാലേഖനം 8:11. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടണം കേട്ടോ. അതെന്താണെന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എർത്തലി ലൈഫ് ടൈം അല്ല, ഇറ്റേണിറ്റി വരെയാണ്, നിത്യത വരെയാണ്. എന്താണ് അതിന്റെ ഗ്യാരണ്ടി, അഷുറൻസ് എന്താണ്? ഈ ഭൂമിയിലെ ജീവിതത്തിലും പ്രൊട്ടക്ഷനും സന്തോഷവും എല്ലാം കിട്ടും. മരണാനന്തരം ദൈവീക സാന്നിധ്യത്തിൽ, സ്വർഗീയ ഭവനത്തിൽ നിത്യമായിട്ടുള്ള വാസം. ചുരുക്കി പറഞ്ഞാൽ നാട്ടിലെ ഗവൺമെന്റ് തരുന്ന LIC പോളിസി കുടുംബത്തിന് ഒരു താൽക്കാലിക സാമ്പത്തിക സുരക്ഷിതത്വം കിട്ടുന്നു. എന്നാൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, LIC, നിങ്ങളുടെ ആത്മാവിന് ഉള്ള അഷുറൻസ് ആണ്. ഇറ്റേണിറ്റിയിലും സുരക്ഷിതം, നിത്യത വരെ സുരക്ഷിതത്വം തരുന്നതും ദൈവം കൂടെ ഉണ്ടാകുന്ന ഒരു സുരക്ഷിതത്വത്തിലേക്ക് നമ്മളെ നയിക്കും. നാട്ടിലെ എല്ലാ LIC കാലാവധി തീരും വരെ ഉള്ളു കേട്ടോ. പക്ഷേ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ആ പോളിസി എടുത്താൽ ലിമിറ്റഡ് ടൈമൊന്നുമില്ല, പീരീഡ് ഒന്നുമില്ല, നിത്യത വരെയാണ്, സ്വർഗത്തിൽ സ്ഥിരമാകുന്നത് വരെയാണ് അതിന്റെ ഡ്യൂറേഷൻ. ഗ്യാരണ്ടികൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ ചിന്തിക്കാം. ഫസ്റ്റ് ഗ്യാരണ്ടി ഇറ്റേണൽ ലൈഫ്, യോഹന്നാൻ 3:16 നമ്മൾ കണ്ടു, അല്ലെ? രണ്ടാമത്തെ ഗ്യാരണ്ടി ഫ്രീഡം ഫ്രം കണ്ടംനേഷൻ, സിൻസ് ഫോർഗീവ്നെസ് കവറേജ് ആണ്. റോമാലേഖനം 8:1 നമ്മൾ വായിച്ചു. ആകയാൽ ക്രിസ്തു യേശുവോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ശിക്ഷാവിധി ഇല്ല. ഐക്യപ്പെടണം. അതൊരു ബ്രാക്കറ്റിൽ അതിന്റെ ഡെപ്തിൽ ചിന്തിക്കണം കേട്ടോ. മൂന്നാമത്തെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗോഡ്സ് പ്രൊട്ടക്ഷൻ, പ്രസൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവപ്പെടാനായിട്ട് സാധിക്കും, അവന്റെ സംരക്ഷണം അനുഭവപ്പെടാനായിട്ട് സാധിക്കും. ഉറപ്പ് ഹെബ്രായ ലേഖനം 13:5, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഗ്യാരണ്ടിയാണ്. ഇനി അഷുറൻസ്, നാലാമത്തെ ഒരു അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഹെവൻലി ഇൻഹെറിറ്റൻസ് ആണ്. യോഹന്നാൻ 11:25 പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഓർക്കണേ, ഈ പോളിസിക്ക് ക്ലോസിംഗ് ഡേറ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന് ഒരു ക്ലോസിംഗ് ഡേറ്റ് ഉണ്ടെന്നുള്ളത് ഓർത്തോണം. 2 കൊറിന്തോസ് 6:2 നമ്മൾ ഇപ്രകാരം ഒരു വാണിംഗ് അവിടെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് സ്വീകാര്യ സമയം, ഇന്നാണ് രക്ഷയുടെ ദിവസം. നാളത്തേക്ക് മാറ്റിവെക്കല്ലേ, ഇന്ന് തന്നെ അത് എടുക്കണേ. ഗവൺമെന്റ് നൽകുന്ന LIC പോളിസി നിങ്ങളുടെ കുടുംബത്തെ സെക്യൂർ ആക്കും. എന്നാൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് പോളിസി നിങ്ങളുടെ ആത്മാവിനെ സെക്യൂർ ആക്കും. കാരണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്താ പ്രയോജനം? അതുകൊണ്ട് ഇന്ന് തന്നെ സൈൻ ചെയ്തിട്ടില്ലാത്തവർ സൈൻ ചെയ്യൂ. നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസത്തോടെ ഇറ്റേണൽ സെക്യൂരിറ്റി ഉറപ്പാക്കുവാനായിട്ട് ഹൃദയത്തിൽ തന്നെ ഒരു സിഗ്നേച്ചർ ഇടൂ.
താമസിക്കല്ലേ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിൽ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. യേശു തൻ്റെ രക്തം കൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ ലൈഫ് സെക്യൂർ ആക്കാനുള്ള മുഴുവൻ പ്രീമിയം തുകയും അടച്ചു എന്ന് ഞാൻ വചനത്തിൽ വായിച്ചത് വിശ്വസിക്കുന്നു. എന്നെ രക്ഷിക്കണമേ. ലൈഫ് ഇൻ ക്രൈസ്റ്റിൽ ഹൃദയത്തിൽ ഞാൻ സൈൻ ചെയ്യുന്നു. എനിക്കുള്ള അഷുറൻസ്, എൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള നിന്റെ പ്രോമിസുകളിൽ ഞാൻ വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും നിത്യത മുതൽ നിത്യത വരെയുള്ള അവൻ്റെ സ്നേഹവും നമ്മളെ പിരിയാതെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിത്യത ഓർത്തിടുമ്പോൾ എൻ ഹൃദയമാനന്ദിക്കും. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു.